എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊരു ബീഫ് കട്ട്ലറ്റാട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചായക്ക് സ്നാക്സ് ആയിട്ട്, വൈകുന്നേരത്തേക്ക് സ്നാക്സ് ആയിട്ട് ബീഫ് കട്ട്ലറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ നമ്മളിവിടെ റെഡിയാക്കി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളിതാ ഓണിയൻ എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിരിക്കണം. പിന്നെ നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകുണ്ട്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, മല്ലിയില എൻ്റെ അടുത്തില്ല. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ഐറ്റംസും കൊണ്ടിട്ടാണ് നമ്മളൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ബീഫ് വേവിച്ചിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, ചതച്ചിട്ട് കണ്ടോ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളിതാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു മുട്ട ഞാൻ ഉപ്പിട്ടിട്ട് ഒരിത്തിരി ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസും കൊണ്ടാണ് നമ്മൾ നമ്മുടെ ബീഫ് കട്ട്ലറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ ചിക്കൻ വറുത്തിരുന്നല്ലോ. ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. കണ്ടോ. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ഐറ്റംസൊക്കെ വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം നമ്മൾ ഒനിയൻ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണ ആയതുകൊണ്ടിട്ടേ ആ മുളക് പൊടിയൊക്കെ അതിൻ്റെ അകത്ത് പെരണ്ടിരിക്കുക കേട്ടോ. ആ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ പേസ്റ്റ് അല്ല ചതച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു പച്ചമുളകിനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിതാ കറിവേപ്പില കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇതാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അളവൊക്കെ നമ്മുടെ സ്വന്തം അളവാട്ടോ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ആവാം. ഞാൻ അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചിക്കൻ വറുത്തയിൽ മുളക് പൊടി ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഗരം മസാല, പിന്നെ കുറച്ച് ബീഫ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് ഉടച്ച് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബീഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെടുത്തിട്ടുണ്ട്. ഇതാ
നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ട് നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് ചൂടാറി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു പാനല്ല ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒന്ന് ഹീറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് ചൂടാറിയിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ചൂടൊക്കെ ഒരുവിധം ഒന്ന് ആറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ, കയ്യിൽ പിടിക്കാവുന്ന ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ കട്ട്ലറ്റ് ഒന്ന് നമുക്ക് ആദ്യം ഞാൻ ഇതുപോലെ ബോളാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് എടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമുക്ക് റൗണ്ട് ആക്കുന്നെങ്കിൽ റൗണ്ട് ആക്കാം. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് കട്ട്ലറ്റ് എടുക്കുന്നത്. നമുക്കങ്ങനെ എല്ലാ കട്ട്ലറ്റും ഒന്ന് അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇതുപോലെ ഓവൽ ഷേപ്പാണോ എന്തൊക്കെ ഷേപ്പായെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെയൊക്കെ ഷേപ്പിലൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ചതുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, വേഗം വാ. നമുക്ക് ഓയിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോട്ടിങ് ബ്രെഡ് കോട്ടിങ് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിരുന്നുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടോ. ഇട്ടപ്പോൾ തന്നെ നമുക്ക് രണ്ടെണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഈ സൈഡ് കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 കട്ട്ലറ്റ് ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമ്മൾ 2-3 കട്ട്ലറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. വൈകുന്നേരത്തെ സമയം നമുക്കിപ്പോൾ എല്ലായിടത്തും നല്ല മഴ കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെയും നല്ല മഴക്കാറൊക്കെ വെച്ച് നിൽക്കുകയാണ്. പക്ഷെ മഴ പെയ്തിട്ടില്ല കേട്ടോ. കുറേ നേരമായിട്ട് നല്ല മഴക്കാറൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. ഇരുണ്ട് മൂടിയൊക്കെ ചെറിയ ഇടികുടുക്കമൊക്കെ ആയിട്ട് നിൽക്കുവാണ്. ഉണ്ടോ, നമ്മുടെ കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 സൈഡും നമുക്ക് മൊരിച്ചെടുക്കാം. കട്ട്ലറ്റൊക്കെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഒരു സൈഡ് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിതാ കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത
അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പം നമ്മുടെ കട്ട്ലറ്റൊക്കെ അവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്കിതിരി ചായ വയ്ക്കാം. ഒരു കട്ടൻ ചായ വയ്ക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പിലേക്കാണ് കേട്ടോ പഞ്ചസാര ഇടുന്നത്. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ചായപ്പൊടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കപ്പിലോട്ട് പകർത്താം. അപ്പം നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കട്ട്ലറ്റും ടൊമാറ്റോ സോസുമാണ് എടുത്തിരിക്കുന്നത്. ഉണ്ടോ? അപ്പം നമ്മുടെ കട്ട്ലറ്റൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ചൂടാവും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. പുറം വശമൊക്കെ നല്ല ക്രിസ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇതാ ടൊമാറ്റോ സോസ് നോക്കിയിട്ട് കഴിച്ച് നോക്കാം. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ. അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ, നല്ല ക്രിസ്പി ആയിട്ട്, ഔട്ട് സൈഡൊക്കെ നല്ല ക്രിസ്പിനെസ് ഉള്ള നല്ല സൂപ്പർ കട്ട്ലറ്റാണ്. ബീഫ് കട്ട്ലറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി. അപ്പം ഞങ്ങൾ ഇതങ്ങ് ഫിനിഷ് ചെയ്തേട്ടാ. ഓക്കെ, ബൈ ബൈ, സി യു. ഒരു കാര്യം പറയാൻ പറഞ്ഞേ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു ഐറ്റവുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫ്ലവറുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു.